ഇവന്റെ കയ്യും കാലും ഒടിച്ചിട്ട് കേട്ടല്ലേ രാത്രിയിൽ വാറ്റ്, അതായത് കരിക്കം വാറ്റ്. തൊണ്ടി മുതലളിയാൻ പറ്റിയോ ടൂൾസ് ചെയ്യാൻ പറ്റും. അടുത്തതിട്ടു ചകളവിടെ സാധന കൊല്ലയില് സെറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. 2 ലൊക്കേഷൻ വരാൻ പോകണോ പിടിക്കേണ്ട ലൊക്കേഷൻ. വാ മെയിൻ സാധനം. ഞങ്ങൾ അളിയന്മാർസ് കൂടി രാത്രിയിൽ മീൻ പിടിക്കാനുള്ള സെറ്റപ്പിലാണ്. അതെ, അളിയ എന്തായാലും നാളെ ഗൾഫിൽ പോകണം. അപ്പോൾ ആൾക്ക് ഒരു ജ്വരം. ഈ പുഴയിലെ എല്ലാ കരിമീനെയും എല്ലാത്തിനെയും പിടിക്കാനുള്ള ഇത്. അത് കുഴപ്പമില്ല. എന്തായാലും അളിയും പിടി. 2 പിടിച്ചില്ലേ? 2 പിടിച്ച് ഞാൻ കണ്ടില്ല. 3ാമത്തെ പിടിക്കുന്ന നാട്ടുകാർ കാണണം. അതിനാണ് ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. പിടിച്ച് കയറ്റണതല്ലേക്ക് വേണ്ടത്, പിടിക്കുന്നതാണ് എനിക്ക് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പിടിക്കാൻ പോണ പറഞ്ഞത്. ഐ ആം വെയിറ്റിംഗ്. നമുക്ക് ഒരെണ്ണടിച്ചാലോ? ഇളനീർ കരിക്ക് സാധനം പൊട്ടിച്ചിട്ടില്ല, പിടിക്കാൻ പോകണുള്ളൂ. വീഡിയോ കിട്ടണ്ട അളിയാ. അതൊക്കെ മനസ്സിലായിന്ന്. ഞാനാ നേരത്തെ അത് കണ്ടില്ലാത്തോണ്ടാണ്. ഡോൺ വെറി അലിയ. ഞാൻ ഈ വീഡിയോ രാത്രി എടുക്കണമെങ്കിൽ ലേറ്റ് വേണം, അല്ലാണ്ട് വീഡിയോ കിട്ടില്ല. പ്രേക്ഷകര് പറയും ഇത് ഉഡായിപ്പാണെന്ന്. കിട്ടിയോ? അതിന് നമ്മള് ശ്രീകൃഷ്ണൻ പാടുന്നേക്ക് മൂന്നൊക്കെ ഓരോന്ന് അടിച്ചാലോ? കരിമഷി കണ്ണല്ലേ പെണ്ണെ കണ്ടാലോ നീ സുന്ദരിയല്ലേ. അതൊരു പാട്ട് പാടിയേ. കിട്ടോ? പറയാൻ പറ്റില്ല. കിട്ടിയ പോയി. അടിപൊളി. കരിമീൻ. ടൈഗർ പോൺ ചെമ്മീൻ. വലിയത് മീനാണത്. വലിയത് ഇത് ഇത് കൊഞ്ച്. കീശലിട്ടോ മുണ്ട് മടക്കി കുത്തി നോക്കി കിടക്കട കിടപ്പ് കണ്ട. ഞണ്ട് എടുക്കണ്ടേ? ഞണ്ട് ഇട്ടാ ഒന്നേ. ഞണ്ടായി, ചെമ്മീനായി, കരിമീനായി. പുറത്തിറക്ക് തല്ലല്ല. എങ്ങനെ എടുക്കണം നമുക്ക്? പനിയണ്ട. അത് ഇത് പനിയണ്ട. നമുക്ക് ഒരു കാര്യം, നമുക്ക് ആ ഡ്രമ്മിലിടാം.
ഞണ്ട് നമ്മളെ വലയിൽ ഇങ്ങനെ എടുക്കണ്, സാധനം എടുക്കണ്, അതെ കോരി എടുക്കണ്, സാധനം അതെ അടിപൊളി സെറ്റ് സാധനം നമ്മൾ പൊക്കി എടുത്തിട്ടാ. എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കറക്റ്റ് കിട്ടുന്ന സമയത്ത് ഒരു വീഡിയോയും കിട്ടൂല. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് പിടിച്ചതിന് ശേഷം കിട്ടുള്ളൂ. നേരത്ത് നമ്മളെന്താ സംഭവിച്ചാല് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പൊ ഇതിങ്ങനെ ചവിട്ടി പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഇതിങ്ങനെ പിടിക്കുക, ഈ 2 കാല് പിടിക്കുക. അതൊക്കെ ഇത്രയുള്ള പരിപാടി. ഓക്കെ, ഇതൊരു പെണ്ണാണ്. അപ്പൊ അതങ്ങോട്ട് ഇട്ട് നമ്മൾ നാളെ കൊണ്ട് റോസ്റ്റ് അടിക്കാം. ഗൾഫിൽ പോകുമ്പോ കൂട്ടുകാരന്മാർക്ക് റോസ്റ്റ് ചെയ്ത് കൊണ്ടുകൊടുക്കാം. അല്ലളിയാ, നമ്മൾ 1/2 ലിറ്റർ വാങ്ങിച്ചിട്ട് കൊറേ നേരമായി. അതിന്ന് ഒരു പെഗ് അടിക്കാനുള്ളൊരു ഗ്യാപ്പ് തരുമോ? കിട്ടിയാ? വീണിട്ട് ഞാൻ ഓക്കെ അല്ലേ? സെറ്റാണോ? അവൻ്റെ കാലൊടി പിടിച്ച് വിട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. ഞാനാണ് കേട്ടത്. ഒന്നില്ല, ഇതെന്താ മറ്റേ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചാടോ? അല്ല ഇതെങ്ങനെ സംഭവം? ഞാൻ കാര്യമായിട്ട് ഞങ്ങൾക്ക് പോലും കണ്ണാണ്. സാധനം കിട്ടിയോ ഇല്ലേ? കിട്ടി. ഇതെങ്ങനെ ഇത് കാണണത്? അല്ല ഈ ഇരുട്ടത്ത് ഇത് എങ്ങനെ പിടിക്കണം എന്നുള്ളത് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് പറഞ്ഞു തന്നിട്ട് അവന്റെ ജോലി ഷൂട്ടിങ് ഞാൻ മൊബൈൽ വെറും തോൽവി. ഇതിനും വേദന ഞാനാ, ഇതിനും വേദന. എനിക്കറിയില്ലല്ലോ. തെറ്റല്ലേ? അലിയ എൻ്റെ അടുത്ത് അഭിനയിക്കാൻ പറ. അലിയോട് ഞാൻ പറയുന്നു വെറും തോൽവിയത്. എനിക്കും അറിയില്ല. ഇത് പിടിക്കാൻ തോൽവി സമ്മതിച്ചു. കാരണം അമ്മാനി സാധനങ്ങളുണ്ട് കേട്ടോ. ഇനിയും കിട്ടും, കാരണം മീനിവിടെ കിടക്കല്ലേ, അലയില് ഈ സാധനം പിടിച്ച് നടക്കല്ലേ. അയ്യോ, ഏറ്റവും മത്സ്യ ക്യാമറമാൻ റിജിൻ സർക്കാരിനൊപ്പം ഡനീഷ് അലീനും സുരീഷ് അലീനും. അവിടെ മീനില്ല, വേറെ സ്ഥലത്ത് പോവാം. പേര് കിട്ടി ബാബാല കിട്ടുവളിയ കിട്ടും. ഇത് പുഴയിലത്തെ കാര്യം കേട്ടാ. ഇത് ഞാൻ കൊണ്ടുവച്ച സാധനല്ലേ, അതും കൂടി പറഞ്ഞുതരാം. കോഴിക്കോട് നമ്മുടെ കൂട്ടുകാരുണ്ട്, ഫിഷ് ഹണ്ടർ വേലെന്നാണ് പേരിട്ടുള്ളത്. അവൻ ഡെയിലി പാടത്തുനിന്ന് ഇവിടുന്ന് കിട്ടില്ല മീനുകൾ പിടിക്കും. എന്നിട്ട് ഞാൻ അവന് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കൊടുത്ത് പേരിട്ടു ഫിഷ് ഹണ്ടർ വേലൻ. നമ്മൾ ഈ വീഡിയോ അവൻ്റെ നമ്മൾ പോസ്റ്റ് ചെയ്യും. ആയിക്കോട്ടെ, എടുത്തിട്ടോ. നമുക്ക് സെറ്റാണെങ്കിൽ നമ്മൾ എടുത്താൽ നമുക്ക് പറ്റുന്ന സാധനം വല വരെ അടിച്ച് ഞാൻ എടുക്കും, സാധനത്തോട് കയറ്റിടും. ഇല്ല എന്തായാലും നമുക്ക് ചാനലില്ല, അവൻ്റെ ചാനൽ നമുക്ക് അടിച്ച് കയറ്റാം. ഫിഷ് അണ്ടർ വേലിന് വേണ്ടി ചേറ്റുവിൽ നിന്നും ധനീഷ് അലീനും സുരീഷ് അലീനും പോരെ. പോയാ ഇല്ലല്ല, സാധനം കിട്ടിയില്ല. സാധനം കിട്ടിയില്ല, എടുത്തില്ലേ?
സാധനം കിട്ടി. ഫിഷ് അണ്ടർവെയറിന് വേണ്ടി നമ്മൾ ചെറ്റുവിൽ നിന്നും സാധനം പിടിച്ചിരിക്കുകയാണ്. ചെറിയൊരു നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള പ്രതിനിധി ധനീഷ് അളിയൻ. കരിമീന് ബ്ലാക്ക് ഫിഷ്. ബ്ലാക്ക് ഫിഷ്. ബ്ലാക്ക് ഫിഷ് അണ്ടർ ധനീഷ് അണ്ടർവെയറിൽ. മനസ്സിലായി. അല്ല അത്രയും വലിയ പോണോ? മനസ്സിലായി. അളിയാ നമ്മളെ 100 എടുത്തിട്ട് പോയോ. ചെറ്റൂര് ഏറ്റവും വലിയ 100ആയ, പക്ഷെ നിവർത്തിക്ക് കൊടുകൊണ്ട് ഗൾഫിലെ വലിയ 100ആയ എൻ്റെ അളിയൻ. അളിയൻ്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കാൻ അതായത് നാളെ തിരിച്ച് ഗൾഫിൽ പോവാൻ സന്നദ്ധ ആയുധങ്ങൾ തിരികെ വയ്ക്കുന്ന അളിയന് മാനസിക ബുദ്ധിമുട്ടുകൊണ്ട് ഇനി ഈ പുഴയിലൊരു തണ്ടി മീനുകളും വേണ്ട എന്ന് ഇത് ഉറച്ച തീരുമാനം കൊണ്ട് എല്ലാ മീനുകളും ഞാൻ പിടിച്ചിട്ട് നാളെ ഞാൻ പോവുകയാണ്. പിന്നെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പിടിച്ച മീനുകളല്ല, ഒരു കൊഞ്ച്, ഒരു വരാല്, ബാക്കിയുള്ളത് വരാലുള്ളത് കണ്ണിയാ കുത്തി പൊട്ടിക്കും. കുത്തി പൊട്ടിച്ചറാ കുത്തി പൊടിക്കറാ. ഇവന്റെ കയ്യും കാലും ഒടിച്ചിട്ട് അവരോട് പറ വല്ല പിച്ചെടുത്ത് ജീവിച്ചു. ടൈഗർ പോൾ എവിടെ? ടൈഗർ പോൾ അവിടെ മിണ്ടാടെ അവിടെ കെടുക്കോ? ഇനി കിടക്കാനൊന്നുമില്ല. കെടുക്കോ പരന്നാറി ചത്തത്. ഇനി അവനെ കിടത്താനൊന്നുമില്ല. എല്ലാം കിടന്ന് ഇനി ഞാൻ മാത്രമേ കിടക്കാനുള്ളൂ. തെറി വിളിക്കല്ലേ നീ. കാലുണ്ടോ? കൊഞ്ചളിയൻ. കൊഞ്ചളിയനൊന്നുമില്ല. അടുത്ത കരിമീന്റെ അടുത്ത് ഓക്കെ. ഈ 2 കരിമീനുകൾ സ്റ്റാർട്ടിങ് പിടിച്ചത്. വിട്ടോ അല്ല വിട്ടോ. കൊഞ്ചളി. ഇതാണ് കൊഞ്ചളി. എവിടേക്ക് പോണത്? എടുക്കണോടെ ചേട്ടാ. ചേട്ടൻ പോയി ദേ കുടുംബത്തെ പോണു. മിണ്ടാട്ട് പാത്തിരിക്കാൻ പറഞ്ഞല്ലേ. കൊഞ്ചളീനെ വന്ന് അടുത്തളി. കൊഞ്ചളിയല്ല കുടുംബത്തോടെ നീ പോയി. ഇതപ്പോ പോയി. അതും പോയി എല്ലാം പോയി. ഞാൻ പറഞ്ഞല്ലേ 2 കാലല്ലേ ഇവന്റെയൊക്കെ. 4 കാല് തല്ലൊടിച്ചവരൊക്കെ ധൈര്യമുള്ളൂ. അതല്ല മിണ്ടാണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞ. ചേട്ടാ ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞ. ഞാൻ അവൻ അവിടെ ഇരിക്കും. കുത്തും കുറെ കുത്തും കോമയും എല്ലാം ആടും. അല്ല കുത്തും കോമൊക്കെ എല്ലാം ആടും. ഇവനോടും എല്ലാം ആടും. അവന്റെ പെരഴി അടിച്ച് തല്ലി പിടിക്ക്. എനിക്കിഷ്ടമല്ല ഇതൊന്നുമില്ല. ഈ സാധനം അവന്റെ കാല് ഇപ്പത്തെ കാല് അവന്റെ കാലും നമ്മളങ്ങോട്ട് എടുത്തോ. ഇനി അതില് നമ്മളെ സാധനം കേട്ടല്ലേ. അവനങ്ങോട്ട് കയറ്റി എല്ലാ തണ്ടികളും കയറ്റിട്ട് ഇനി അവനെ നാളെ ചട്ടിയിൽ കയറ്റിട്ട് ഞങ്ങൾ വറുത്തടിക്കുമ്പോ കാണിച്ചുതരാം. ഓക്കെ ഓക്കെ ബ്രോ. ഇത് ഫ്രിഡ്ജ് കയറ്റണം. ഓക്കെ സെറ്റല്ലേ? അപ്പൊ അത് കഴിഞ്ഞില്ലേ? എല്ലാതും ഞാൻ കയറ്റി. മുഴുകിയതൊരു ദിനമല്ലോ.